ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടേട്ടൻ. ഇക്കാലത്ത് ഓൺലൈൻ സ്കാമുകൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ വളരെ വിശ്വാസയോഗ്യമായി കാണപ്പെടുകയും നമ്മളെയൊക്കെ പറ്റിക്കാൻ തക്ക വിധത്തിൽ ക്രമീകരിക്കപ്പെട്ടവയുമാണ്. ഇന്ന് എനിക്കൊരു സന്ദേശം ലഭിച്ചു. പ്രിയപ്പെട്ട ഉപഭോക്താവെ, നിങ്ങളുടെ KYC കാലഹരണപ്പെടുകയാണ്. ഇവിടെ ഉടൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും. വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷെ സത്യം ഇതാണ്, ഇതൊരു സ്കാമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന നിമിഷം നമ്മളുടെ ബാങ്ക് പോലെ തോന്നിക്കുന്ന ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ, കാർഡ് നമ്പർ, CVV അല്ലെങ്കിൽ നമ്മളുടെ OTP പോലും നൽകാൻ നമ്മളോട് ആവശ്യപ്പെടും. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പണം പോയി, അത്ര തന്നെ. ഇത് ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല കേട്ടോ. മറ്റ് പല രീതിയിലുള്ള സ്കാമിംഗ് നടക്കപ്പെടുന്നു. നിങ്ങളുടെ ബാങ്കിൽ നിന്നോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ ആണെന്ന് നടിച്ചു വിളിക്കുക, വ്യാജ UPI കളക്ട് അഭ്യർത്ഥനകൾ അയയ്ക്കുക, വ്യാജ ലോട്ടറി വിജയങ്ങളോ ജോലി അഭിമുഖങ്ങളോ വാഗ്ദാനം ചെയ്യുക. അവർ വളരെ പ്രൊഫഷണലായി തോന്നും, വളരെ മാന്യമായി സംസാരിക്കുകയും ചെയ്യും. നല്ല സ്ഫുടതയോടെ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും, വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ കുട്ടേട്ടൻ നൽകുന്ന 5 സുരക്ഷാ ടിപ്സുകളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ OTP അല്ലെങ്കിൽ PIN ആരുമായും പങ്കിടരുത്, നിങ്ങളുടെ ഉറ്റ സുഹൃത്തുമായി പോലും. സന്ദേശം അടിയന്തരമായി തോന്നിയാലും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഏതെങ്കിലും വിശദാംശങ്ങൾ നൽകുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും വെബ്സൈറ്റ് വിലാസം പരിശോധിക്കുക. നിങ്ങളുടെ ബാങ്കിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്ന ഒരു കോൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് നിങ്ങളുടെ ബാങ്കിൽ നേരിട്ട് വിളിച്ച് സ്ഥിരീകരിക്കുക. എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനം നിരീക്ഷിക്കപ്പെട്ടാൽ 1930 അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലോ റിപ്പോർട്ട് ചെയ്യുക. കുട്ടേട്ടനെ പോലും വഞ്ചിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തും ഉറപ്പായും ഇതൊക്കെ വരും. അതിനാൽ ദയവായി ജാഗ്രത പാലിക്കുക. ഈ സന്ദേശങ്ങളൊന്നും ഫോർവേഡ് ചെയ്യരുത് കേട്ടോ. പരിഭ്രാന്തർ ആകാതിരിക്കുക. ഇത്തരത്തിലുള്ള സന്ദേശങ്ങളോ ഫോണോ മറ്റും വന്നു കഴിഞ്ഞാൽ 2 തവണയെങ്കിലും ചിന്തിക്കുക. തുടർന്നും കുട്ടേട്ടൻ്റെ ടിപ്സുകൾക്കായും കൂടുതൽ വിശേഷങ്ങൾക്കായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, നാളെ വീണ്ടും കാണാം.